സൺസു ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു ചൈനീസ് യുദ്ധതന്ത്രജ്ഞനും തത്വചിന്തകനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്ക് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് വാർ, അതായത് ഒരു യുദ്ധം എങ്ങനെ ജയിക്കണം, അതിൻ്റെ സ്ട്രാറ്റജീസൊക്കെ വിശദീകരിക്കുന്ന ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ്. യഥാർത്ഥത്തിൽ സൈനികർ മാത്രമല്ല, ബിസിനസ്സുകാരും രാജാക്കന്മാരും രാഷ്ട്രീയക്കാരും എന്തിന് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പോലും ഈ ഒരു ഗ്രന്ഥം ഒരുപാട് ഉപകാരപ്പെട്ടു. ഇതിൻ്റെ ഒരു ശക്തി എത്രത്തോളാണെന്ന് വെച്ചാൽ, ചില രാജാക്കന്മാരുടെ സമയത്ത് ഒരുപാട് കാലത്തിന് ഈ പുസ്തകം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പുറലോകത്തിന് വായിക്കാൻ പറ്റാത്ത വിധം ഒളിപ്പിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്നും ആളുകൾക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളൊരു ചെറിയ പുസ്തകമാണ് ആർട്ട് ഓഫ് വാർ എന്നുള്ളത്. അതിലെ ഏതാനും കൽപ്പനകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നീ ശക്തനായിരിക്കുമ്പോൾ ദുർബലനാണെന്ന് കാണിക്കുക, ബലഹീനനായിരിക്കുമ്പോൾ ശക്തനാണെന്ന് തോന്നിപ്പിക്കുക. നിന്റെ ശത്രുവിനെയും നിന്റെ സ്വന്തത്തെയും നിനക്കറിയാമെങ്കിൽ ഒരു 100 യുദ്ധങ്ങളുടെ ഫലം എന്തായിരിക്കുമെന്ന് നിനക്ക് ഭയപ്പെടേണ്ടി വരില്ല. നിന്റെ പദ്ധതികൾ ഇരുണ്ട രാത്രി പോലെ അഭേദ്യമായിരിക്കട്ടെ. ആക്രമിക്കുമ്പോൾ ഇടിത്തി പോലെ പ്രഹരിക്കുക. കലുഷിത ഘട്ടങ്ങളിലും എന്തെങ്കിലും അവസരങ്ങളുണ്ടാകും. ജയിക്കുന്ന യോദ്ധാക്കൾ യുദ്ധത്തിന് പോകും മുമ്പേ വിജയിച്ചിരിക്കും. അതേസമയം പരാജയപ്പെട്ട യോദ്ധാക്കൾ ആദ്യം യുദ്ധത്തിലെത്തിച്ചേരുന്നു, തുടർന്ന് വിജയിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ ശത്രുവിനെ മനസ്സിലാക്കണമെങ്കിൽ നിനക്ക് നിന്റെ ശത്രു ആവേണ്ടി വരും. നീണ്ടു നിൽക്കുന്ന യുദ്ധം ഒരു രാജ്യത്തെയും അഭിവൃദ്ധിപ്പെടുത്തിയ ചരിത്രമില്ല. നിന്റെ പ്രിയപ്പെട്ട മക്കളെപ്പോലെ നിങ്ങളുടെ സംഘത്തോട് പെരുമാറുക. ഏറ്റവും ആഴമേറിയ താഴ്വരയിലേക്കും അവർ നിന്നെ പിന്തുടരും. ഏറ്റവും നല്ല വാൾ പോലും ഉപ്പുവെള്ളത്തിൽ വീണു കഴിഞ്ഞാൽ തുരുമ്പെടുത്തു പോകും. കാറ്റ് പോലെ വേഗത്തിൽ നീങ്ങുക, മരങ്ങൾ പോലെ സംഘടിക്കുക, തീ പോലെ ആക്രമിക്കുക, പർവ്വതം പോലെ നിലയുറപ്പിക്കുക. അവസരങ്ങൾ പിടിച്ചെടുക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നു. 5 കൂടുതൽ സംഗീത സ്വരങ്ങളില്ല, എന്നിട്ടും ഈ 5ൻ്റെയും സംയോജനം ഇതുവരെ കേൾക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഈണങ്ങൾ സൃഷ്ടിക്കുന്നു. ശത്രു വിശ്രമിക്കാൻ തുനിയുമ്പോൾ അവരെ ക്ഷീണിപ്പിക്കുക. ഭക്ഷണം കഴിച്ചാൽ അവരെ പട്ടിണിക്കിടുക. തമ്പടിക്കാൻ ഒരുങ്ങുമ്പോൾ അവരെ തുരത്തുക. യുദ്ധം ആഗ്രഹിക്കുന്നവർ ആദ്യം അതിനുള്ള ചിലവ് കണക്കാക്കണം. സ്വയം അറിയുക, നിങ്ങൾ എല്ലാ യുദ്ധങ്ങളിലും വിജയിക്കും. 100 യുദ്ധം ചെയ്ത് 100 വിജയങ്ങൾ നേടുന്നത് വൈദഗ്ധ്യമല്ല. യുദ്ധം ചെയ്യാതെ ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്നത് വൈദഗ്ധ്യത്തിൻ്റെ നേർരൂപമാണ്. എതിരാളിക്ക് പിൻവാങ്ങാനായി സ്വർണം കൊണ്ടൊരു പാലം നിർമ്മിച്ചു നൽകുക. നമ്മുടെ യഥാർത്ഥ ഉദ്ദേശ്യം മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് യുദ്ധവിജയത്തിൻ്റെ ഏക രഹസ്യം. വിജയിക്കുക മാത്രമല്ല, അനായാസം ജയിക്കുന്നതിൽ മികവ് പുലർത്തുകയും ചെയ്യുന്നവനെയാണ് പഴമക്കാർ മിടുക്കനായ പോരാളി എന്ന് വിളിച്ചിരുന്നത്. യുദ്ധത്തിലെ വിദഗ്ധൻ ശത്രുവിനെ ചലിപ്പിക്കുന്നവനാണ്, ശത്രുവാൽ ചലിക്കപ്പെടുന്നവനല്ല. ആക്രമണമാണ് പ്രതിരോധത്തിൻ്റെ രഹസ്യം. പ്രതിരോധം ആക്രമണത്തിൻ്റെ ആസൂത്രണമാണ്. ചെറിയ ശക്തികൾ ഉപയോഗിച്ച് മികച്ച ഫലങ്ങൾ നേടാനാവും. ആത്യന്തികമായ മികവ് എല്ലാ യുദ്ധവും ജയിക്കുന്നതിലല്ല, യുദ്ധം കൂടാതെ തന്നെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിലാണ്. നിങ്ങളുടെ ശത്രുവിനെയും നിങ്ങളെ തന്നെയും നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാശം ഉറപ്പിക്കുക. ഒരു നേട്ടവും മുന്നിൽ കാണാതെ ഒരു നീക്കവും നടത്തരുത്. എന്തെങ്കിലും പ്രയോജനമില്ലാതെ നിങ്ങളുടെ സൈന്യത്തെ ചലിപ്പിക്കരുത്. നിർണായകമല്ലെങ്കിൽ പോരാട്ടത്തിലേക്ക് കടക്കരുത്. അവൻ്റെ ശക്തികൾ ഒന്നിക്കുമ്പോൾ അവയെ ഛിന്നഭിന്നമാക്കുക.
നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനെ വിശ്വസിക്കരുത്. എല്ലായിടത്തും ഒന്നിച്ച് ബലപ്പെടുത്താൻ ശ്രമിച്ചാൽ എല്ലായിടത്തും ദുർബലനായിരിക്കും. നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ ശത്രുവും ചങ്ങാതിമാരാണെങ്കിൽ പിന്നെ ആ സുഹൃത്തുമായി കറങ്ങാൻ പോകരുത്. യുദ്ധത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അറിയാത്തവർക്ക് അതിൻ്റെ ഗുണവശങ്ങളെ വിലമതിക്കാൻ കഴിയില്ല. വെള്ളം സ്ഥിരമായ ആകൃതി നിലനിർത്താത്തതുപോലെ യുദ്ധത്തിൽ സ്ഥിരമായ അവസ്ഥകളില്ല. ഒരു നേതാവ് സ്വയം മാതൃകയായി നയിക്കുന്നു, ബലം പ്രയോഗിച്ചല്ല. ശക്തി കുറഞ്ഞതിനെയും കൂടിയതിനെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയുന്നവനാണ് വിജയിക്കുക. തന്ത്രങ്ങളില്ലാത്ത നീക്കമാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും മന്ദഗതിയിലുള്ള വഴി. തന്ത്രമില്ലാത്ത നീക്കങ്ങൾ പരാജയത്തിന് മുമ്പേയുള്ള ശബ്ദകോലാഹലം മാത്രമാണ്. പിടിക്കപ്പെട്ട സൈനികരോട് ദയയോടെ പെരുമാറുകയും അവരെ സംരക്ഷിക്കുകയും വേണം. ശത്രുവിനെ പൂർണ്ണമായി നശിപ്പിക്കണമെന്നില്ല, അവന് ഇടപെടാനുള്ള സന്നദ്ധത ഇല്ലാതാക്കിയാൽ മതി. സിരകളിൽ രക്തവും തലയിൽ കൊമ്പുമുള്ള എല്ലാ മൃഗങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ തിരിച്ചു പോരാടും. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്.